കുവൈത്തിൽ സുഹൃത്തിന്റെ ലഗേജിൽ കഞ്ചാവ് അയക്കാൻ ശ്രമം. പ്രവാസി ജയിലിൽ അകപ്പെടാതെ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്കാണ്. ഇറച്ചിയടങ്ങിയ പെട്ടിയിലാണ് കഞ്ചാവ് അയക്കാൻ ശ്രമിച്ചത്. സുഹൃത്തിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഭാഗ്യം കൊണ്ട് മാത്രം ജയിലിൽ നിന്നും രക്ഷപ്പെട്ട ആശ്വാസത്തിലാണ് മലയാളി പ്രവാസി. കഴിഞ്ഞ ദിവസം അവധി കഴിഞ്ഞ് കുവൈത്തിലേക്ക് തിരിച്ചു പോരുകയായിരുന്ന പ്രവാസി മലയാളിക്കാണ് ജീവിതത്തിൽ ഒരിക്കലും മറക്കുവാൻ കഴിയാത്ത ചതിയുടെ അനുഭവമുണ്ടായത്. ഞാൻ കഴിഞ്ഞ 5-ാം തീയതിയാണ് കുവൈത്തിലോട്ട് വരാൻ വേണ്ടി ടിക്കറ്റ് എടുത്തിരുന്നത്. അപ്പം എൻ്റെ നാട്ടിലുള്ള അർഷദ് പറഞ്ഞ ഒരു ഫ്രണ്ട് ഇവിടെ കുവൈത്തിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അർഷദ്, അവൻ്റെ കൂടെ വേറെ ഒരുത്തനുണ്ട് ഫാരിസ് പറഞ്ഞ, രണ്ടുപേരാണ് നാട്ടിലുള്ള ആൾക്കാരനാണ്. അപ്പം ഒരുത്തിന് കുറച്ച് ഗുളികയും കാര്യങ്ങളും ഉണ്ടെന്ന് പറഞ്ഞ് അപ്പോൾ കൊണ്ടുവരുമോ ചോദിച്ചാൽ മതി. ഓക്കെ, ഞാൻ കൊണ്ടുവരാം എന്ന് പറഞ്ഞു അവനോട്. പിന്നെ അർഷദ് പറഞ്ഞ അവന് എന്നോട് പറഞ്ഞ് എനിക്ക് കുറച്ച് ബീഫും എൻ്റെ ഊരവേദനയ്ക്ക് അവനൊരു ഊരവേദന ഉണ്ട്, അപ്പോൾ ഒരു ബെൽറ്റ് ഉണ്ട് വീട്ടിലുണ്ടായി കൊണ്ടുവരുമോ ചോദിച്ചു. അപ്പോൾ ഓക്കെ, ഞാൻ കൊണ്ടുവരാം. നമ്മൾ നാട്ടിലുള്ള ആൾക്കാരല്ലേ, നാട്ടിലുള്ള ചെക്കന്മാരും നമ്മളെ ഫ്രണ്ട്സും നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മൾ ഏറ്റെടുക്കും കാര്യം. അങ്ങനെ അവൻ്റെ സാധനങ്ങൾ രാത്രി എത്തി. 4-ാം തീയതി രാത്രി സാധനങ്ങൾ എത്തി. ഞാൻ ഒരു രാത്രി 11 മണിക്ക് പെട്ടി കെട്ടാൻ വേണ്ടി സാധനങ്ങളൊക്കെ എടുത്തു വെക്കുന്നതിൻ്റെ ഇടയിൽ എനിക്കിങ്ങനെ ഒരു സംശയം. പെട്ടി കണ്ടപ്പോൾ അവൻ്റെ പെട്ടി നല്ല സെറ്റാക്കി പാക്ക് ചെയ്ത പെട്ടീന്. അപ്പോൾ ഒരു ചെറിയൊരു സംശയം കുടിക്കിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് തുറന്നു നോക്കിയാൽ. ഞാൻ ഇത്രയും കാലമായിട്ട് ഒരു പെട്ടി ഇങ്ങനെ കൊണ്ടുവരുമ്പോൾ നമ്മൾ തുറന്നു നോക്കിയില്ല, നേരെ ബാഗിലിട്ട് പാക്ക് ചെയ്ത് നമ്മൾ പോരലാണ്. അപ്പോൾ ഇതെന്തോ ചെറിയ സംശയത്തിന് ഞാൻ ബാഗിലിട്ട് ബാഗ് അവരെ പെട്ടി പൊളിച്ച് നോക്കിയപ്പോൾ അതിൽ കുറച്ച് ബീഫും ഒരു ബെൽറ്റും പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും ഒക്കെ ഉള്ളത്. അപ്പോൾ അതിനിടയിൽ ചെറിയൊരു ബോട്ടിൽ, ആ ഫോട്ടോത്തിലൊക്കെ ഉള്ള പോലെ ഒരു ബോട്ടിൽ കണ്ട്. അപ്പോൾ എനിക്കൊരു ചെറിയ സംശയം. അപ്പോൾ ഞാൻ ആ പ്ലാസ്റ്റർ ഫുൾ അയച്ച് ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ അതിൽ ഫുൾ കഞ്ചാവുള്ളത്. ഞാൻ നേരെ സ്റ്റേഷനിൽ വിളിച്ചപ്പോൾ എന്നോട് സ്റ്റേഷനിൽ കൊണ്ടുവരാണ് സാധനം. അപ്പോൾ അവൻ്റെ പെട്ടി കൊടുക്കാൻ സ്റ്റേഷനിൽ കൊണ്ടുപോയി അവിടെ എടുത്ത് ഞാൻ കേസും കൊടുത്ത് ഞാനിങ്ങോട്ട് പോകുന്നു. ഇവിടെ ഒരു 2 പേരും എയർപോർട്ടിൽ കൊണ്ടുവരാൻ വേണ്ടി എയർപോർട്ടിൽ വന്നിനി. അപ്പോൾ അവർ പറഞ്ഞത് അവരെ സാധനമല്ല, അവരറിയാതെ നാട്ടിൽ നിന്ന് ഫ്രണ്ട്സ് കയറ്റി വിട്ടതാണെന്നാണ്. അവർക്ക് സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി നാട്ടിൽ നിന്ന് കയറ്റി വിട്ടതാണെന്ന് പറഞ്ഞു. പക്ഷെ നാട്ടിലുള്ള ഒരാളെ പിടിച്ച് 2 പിടിച്ച്. ഒരാൾ പറഞ്ഞത്, ഫസ്റ്റ് പിടിച്ച ആൾ പറഞ്ഞത് അർഷദ് അറിഞ്ഞിട്ടാണ് ഇവിടെ സാധനം എത്തിയത്, അവൻ പൈസ നാട്ടിൽ നിന്ന് അയച്ചുകൊണ്ടാണ് ഞങ്ങൾ സാധനം ഇവിടെ നിന്ന് കയറ്റിയത്. അപ്പോൾ അവനെ വിളിച്ചപ്പോൾ അവൻ പറഞ്ഞു, ലാസ്റ്റ് അവൻ ഒരു മാപ്പ് പറയുന്നത് പോലെ പറയാം, എനിക്കൊരു അബദ്ധം പറ്റി പോയതാണ്, ഞാൻ തന്നെയാണ്, ഞാൻ പൈസ കൊടുത്തിട്ട് ഞാൻ തന്നെയാണ് ആ സാധനം കയറ്റിയത്. അത്രയാണ് എനിക്ക് പറയാനുള്ളത്. എനിക്ക് നമ്മളെ പ്രവാസികളോട് പറയാനുള്ളത് എന്താ വെച്ചാൽ, ഏത് അടുത്ത ആളായാലും നമ്മളെ വീട്ടിലുള്ള ഒരാൾ നമുക്ക് സാധനം ഇവിടെ കൊടുക്കാൻ ആരാൾക്ക് കൊടുക്കാമെന്ന് തരാണെങ്കിലും അത് അയച്ചു നോക്കിയിട്ട് പോരാ. അയച്ചു നോക്കിയില്ലെങ്കിൽ നമ്മളിന്നിവിടെ ജയിലിൽ കിടക്കേണ്ടി വരും. ഇന്ന് ഞാൻ ജയിലിൽ കിടക്കേണ്ട ആളാണ്. ഞാൻ എന്തോ ഒരു ഭാഗ്യത്തിന് ഞാൻ കഴിച്ചു നോക്കി, അതുകൊണ്ട് ഞാൻ കഴിച്ചിലായി.